എല്ലാവർക്കും നമസ്കാരം. ഇത്ര നേരം ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നതിന് താങ്ക് യു സോ മച്ച്. ഈ സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. എനിക്കറിയായിരുന്നു അവിടെ ഇരുന്ന് ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു ഇപ്പോൾ പറയും ഞാൻ വിചാരിച്ചു. അങ്ങനെയല്ല, പണ്ട് മലയാളം നല്ല മലയാളം ഇപ്പോഴും എൻ്റെ മലയാളത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ മര്യാദയോടുകൂടി സംസാരിക്കാൻ ശ്രമിക്കുന്നത് മാത്രം. എല്ലാവർക്കും നമസ്കാരം. പറഞ്ഞതുപോലെ കുറച്ച് നാൾക്ക് ശേഷം ഞാൻ മലയാളത്തിൽ ചെയ്തൊരു സിനിമയാണ് JSK. എനിക്ക് ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റ് മാത്രമേ മലയാളത്തിൽ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ലോക്ക്ഡൗൺ കഴിഞ്ഞ ഉടനെ എൻ്റെ അടുത്ത് വന്ന വൺ ഓഫ് ദ ഫസ്റ്റ് സബ്ജക്ട്സ് ആയിരുന്നു JSK. ആൻഡ് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ കരിയറിൽ തന്നെ എൻ്റെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ നടന്നൊരു സമയമായിരുന്നു ലോക്ക്ഡൗൺ. അതിനുശേഷം എന്നെ ഇത്രയധികം ട്രസ്റ്റ് ചെയ്ത് ഇത്രയും ഹെവി ആയ ഒരു ക്യാരക്ടർ തരാൻ കാണിച്ച ധൈര്യമാണ് ഞാൻ പ്രവീൺ ചേട്ടനെ ഫസ്റ്റ് ഓഫ് ഓൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത്. കാരണം ഒരുപാട് പേര് എന്നെ മലയാളത്തിൽ റിജക്റ്റ് ചെയ്തിരുന്നു. എനിക്ക് അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞിരുന്നു. ഒരുപാട് ട്രോളുകളൊക്കെ ഏറ്റ് വാങ്ങി. പക്ഷെ അതൊക്കെ ഇരുന്നാലും ശരി, ജാനകി JSK എന്ന് പറഞ്ഞ ഈ സിനിമയിലെ ജാനകി ആവാനായിട്ട് എന്നെ വിശ്വസിച്ചിട്ടുണ്ട്. ഒരുപാട് താങ്ക്സ്. ഈ ജേണിയിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ആണ് പ്രവീൺ ചേട്ടൻ ഇവിടെ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ദിസ് മൂവി ഹാസ് എ ഹാർട്ട്. ആ ഹാർട്ട് ഇസ് ജാനകി ആൻഡ് ദാറ്റ് ജാനകി ഇസ് ക്രിയേറ്റഡ് ബൈ യു. ആൻഡ് ഐ എം റിയലി ഹാപ്പി ഇങ്ങനൊരു ദിവസം നമുക്കിവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച് ആൻഡ് യു ഡിസേർവ് ദ ബെസ്റ്റ്. സെക്കൻഡ്ലി, താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് സുരേഷ് സർ. ചിന്താമണി കൊലക്കേസ്, നമ്മുടെ തെങ്കാശി പട്ടണം, അതുപോലെ സമ്മറിൽ വരുന്നതും ഈ പറഞ്ഞ അടിപൊളി സിനിമകളൊക്കെ കണ്ട് വലിയൊരു ഫാനായിട്ടുള്ള എന്നെ പിടിച്ച് ഈ സിംഹത്തിൻ്റെ മുന്നിൽ കൊണ്ടിട്ടതിന് വലിയ താങ്ക്സ്. എനിക്ക് എൻ്റെ കഥാപാത്രത്തിനെ കുറിച്ചോ ഈ സിനിമയിൽ കഥയെക്കുറിച്ചോ ഞാൻ ഒരുപാട് പറയുന്നില്ല. പക്ഷേ എൻ്റെ ലൈഫിൽ തന്നെ ആസ് എൻ ആക്ടർ എനിക്ക് ഭയങ്കര ചാലഞ്ചിങ്ങും ഭയങ്കര എക്സൈറ്റിങ്ങും ആയിരുന്ന കുറച്ച് മൊമെൻറ്റ്സ് ആയിരുന്നു സാറിൻ്റെ കൂടെ എനിക്ക് കിട്ടിയത് സിനിമയിൽ. ആൻഡ് അതും ഫസ്റ്റ് സ്കെഡ്യൂൾഡ് അപാരധൈര്യം തന്നെയായിരുന്നു അത്. സോ അങ്ങനെ ചെയ്ത സീനുകളും ഈ ഒരു സിനിമയും നിങ്ങൾക്ക് ഡോക്ടറിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, കാരണം നിങ്ങൾ തന്നെ കണ്ട് ഞങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ബട്ട് ഒരുപാട് സന്തോഷം ഈ സിനിമയുടെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ. എൻ്റെ ഈ മുന്നിലിരിക്കുന്ന എല്ലാവർക്കും, അവരെല്ലാവരുടെ കോ ആക്ടേഴ്സ് മാത്രമല്ല എൻ്റെ കൂട്ടുകാരായി ഇപ്പം ഞങ്ങൾ ഇൻ്റർവ്യൂസിലൊക്കെ ഇരുന്ന് ഒരുപാട് സംസാരിച്ച് ഐ റിയലി റിമെമ്പർ എവറി സിംഗിൾ ഡേ വി ഹാഡ്. രാജേഷ് ചേട്ടനെ ഞാൻ അവിടെ കണ്ടായിരുന്നു. രാജേഷ് ചേട്ടൻ, അതുപോലെ തന്നെ എൻ്റെ ADs എല്ലാവരും ഒത്തിരി കഷ്ടപ്പെട്ട് ചെയ്ത പടമാണ്. ആൻഡ് ദാറ്റ് ഈസ് റിയലി സ്പെഷ്യൽ. ആൻഡ് സുരേഷ് ചേട്ടൻ, താങ്ക് യു സോ മച്ച്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബോർ എക്സ്പ്രഷൻ ഇട്ടാലും എൻ്റെ കൂടെ നിന്ന് എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തത്. താങ്ക് യു സോ മച്ച്. ഐ റിയലി ഹോപ്പ് ദാറ്റ് വി കൻ വർക്ക് ടുഗദർ അഗൈൻ സംഡേ. ആൻഡ് താങ്ക് യു ഓൾ, ലോട്ട്സ് ഓഫ് ലവ്. ഞാൻ ഒരുപാട് വിളിച്ചിട്ടുണ്ട്. താങ്ക് യു ടു ദി എൻറ്റയർ ഓഡിയൻസ് ഫോർ ഓൾ ദ സപ്പോർട്ട്. ഇനിയും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ട്രോളിക്കോളും പക്ഷെ കൊല്ലരുത്, അത്രയേ ഉള്ളൂ. അതൊക്കെ സാഹചര്യം അനുസരിച്ചിരിക്കുന്നു പറയാനുള്ളത്. I should say this, ഈ പറഞ്ഞ ഒരു ട്രോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ള വിമർശനങ്ങൾ കേട്ടപ്പോൾ ഇപ്പോൾ ഇത്രയും വലിയൊരു സിനിമയിൽ his art, his creation undoubtedly. പക്ഷേ when we talk about the name JSK എന്ന് പറയുമ്പോൾ Janaki, it's your story and you are more like a face to it now. So how do you find this journey? ഇത്രയും വർഷങ്ങൾക്ക് ശേഷം you're also back to പറഞ്ഞതുപോലെ തന്നെ മലയാള സിനിമയിലേക്ക് തിരിച്ചു വരുന്നു. So how do you find that growth? സറിയൽ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കരിയറിൽ ഇതിന് ഞാനൊരു ഫീമെയിൽ സെൻട്രിക് ഫിലിം എന്ന് പറയില്ല. ഇറ്റ് റിവോൾവ്സ് അറൗണ്ട് എ ഫീമെയിൽ ക്യാരക്ടർ, എ വെരി സ്ട്രോങ് ഫീമെയിൽ ക്യാരക്ടർ. പക്ഷേ ഇത്രയും സ്ട്രെങ്ത് ഉള്ള ഒരു ക്യാരക്ടർ ഞാൻ ബാക്കി ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്തല്ലോ. പക്ഷെ എന്നാലും എനിക്കത് കൊണ്ടുവന്ന് തന്നത്, ആ ധൈര്യം കാണിച്ചത് പ്രവീൺ ചേട്ടനാണ്. ആ ധൈര്യം തന്നെ ഏറ്റവും വലിയൊരു സക്സസ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നത്. എവിടെയോ ആ ഒരു കഴിവുണ്ടെന്നോ അല്ലെങ്കിൽ ആ പൊട്ടൻഷ്യൽ ഉണ്ടെന്നോ ഒരാൾക്ക് തോന്നിയത് കൊണ്ടാണല്ലോ അതെനിക്ക് തന്നത്. അത് തന്നെ എൻ്റെ വലിയൊരു ആക്സെപ്റ്റ് ചെയ്തതുപോലെ എനിക്ക് തോന്നുന്നു. സോ നൗ ബീയിങ് ദിസ്, ഐ ഫീൽ പ്രൗഡ് ഓഫ് മൈസെൽഫ്. ഐ ഫീൽ താങ്ക്ഫുൾ ടു എവറി വൺ. എന്നെ ഇഷ്ടപ്പെട്ടവരും എന്നെ ഹേറ്റ് ചെയ്തവരും ഒക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ടു ബി വാട്ട് ഐ ആം ടുഡേ. സോ താങ്ക് യു ടു എവറി വൺ. How do you feel to be a technically super നായിക now? അയ്യോ അങ്ങനെയല്ല. I don't think like we have a lot of names to tell like that, especially ഒരു മലയാളിയെ കുറിച്ച് നോക്കുമ്പോൾ ഒരു തെലുങ്ക് സൂപ്പർ നായിക എന്ന് പറയുമ്പോൾ we are actually like
എൻ്റെ അടുത്ത് സംസാരിച്ചാൽ മതി. Okay, so anyway, I think we should say thanks a lot.